ഹലോ ഗായ്സ്, എല്ലാവർക്കും കൈറോ ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് കേരള PSC പുറത്തുവിട്ടിരിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഈ ഒരു ജോബിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. വീഡിയോസ് കാണുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ പുതിയ ജോബ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒരു ജോബ് റിലേറ്റഡ് ന്യൂസും മിസ്സാക്കാതിരിക്കാൻ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് ഈ ഒരു ജോബ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വേണ്ടുന്നുള്ളവർ ജസ്റ്റ് ലിങ്ക് എന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നോ എന്ത് തരം ഡൗട്ടാണെങ്കിലും ഈ ഒരു ജോലിയെക്കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മാത്രം മതി. വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം. പലരും കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് കേട്ടാൽ പ്രൈവറ്റ് കമ്പനി അസിസ്റ്റൻ്റ് ആണ് എന്ന് വിചാരിക്കുക. ആക്ച്വലി അങ്ങനെയൊന്നുമല്ല. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് കേരള ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ പോസ്റ്റാണ്. ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫീഷ്യൽസ് പറയുന്ന ലെറ്റേഴ്സ്, റിപ്പോർട്ട്സ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഷോർട്ട് ഹാൻഡിൽ നോട്ട് ചെയ്യുക എന്നതാണ്. അതിനുശേഷം അത് ടൈപ്പ് ചെയ്യുക, മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യുക, ഓഫീസ് റെക്കോർഡ് കോൺഫിഡൻഷ്യൽ ആയി മെയിൻറ്റെയിൻ ചെയ്യുക, ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ഹാൻഡിൽ ചെയ്യുക. ഇത് ഒരു റെസ്പെക്റ്റഡ് ഗവൺമെൻറ് ഓഫീസ് ജോബാണ്. 54/2026 കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്നുള്ള ജോബിലേക്കാണ്. ശമ്പളം 25,000 മുതൽ 45,800 രൂപ വരെയാണ്. ഈ ജോബ് ഡീറ്റെയിൽസിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബാച്ചിലേഴ്സ് ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ആർട്സ്, സയൻസ് ഓർ കൊമേഴ്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഡിഗ്രി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരിക്കണമെന്ന് മാത്രം. കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് പോസ്റ്റിന് ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷനും നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വെരിഫൈ ചെയ്യണം. അതുകൊണ്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫുൾ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് മുൻപേ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വെരിഫൈ ചെയ്യുക. അതായത് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ നോട്ടിഫിക്കേഷൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വേണ്ടെന്നുള്ളവർ ജസ്റ്റ് കമൻറ്റ് ലിങ്ക്. ഇനി സാലറിയെക്കുറിച്ച് നോക്കാം. ബേസിക് പേ സ്കെയിൽ 22,200 to 40,200 വരെയാണ്. ഗവൺമെൻറ് സാലറി ആയതുകൊണ്ട് ഇയർലി ഇൻക്രിമെൻറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് DA, HRA, മെഡിക്കൽ ബെനിഫിറ്റ്സ്, പെൻഷൻ റൂൾസ് ആപ്ലിക്കബിൾ ആകുന്ന കേസസിൽ ബെനിഫിറ്റ്സും കിട്ടും. പെയ്ഡ് ലീവ്, ജോബ് സെക്യൂരിറ്റി, ലോങ് ടേം കരിയർ ഗ്രോത്ത്. അതുകൊണ്ട് തന്നെ കേരള PSC ജോബ്സിന് ഇത്രയും കോമ്പറ്റീഷനും ഉണ്ടല്ലോ. ഇനി ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റ് 18 മുതൽ 40 വയസ്സായിരിക്കണം. SC, ST, OBC, PW, എക്സ് സർവീസ്മാൻ ഇവർക്ക് ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷനും ഉണ്ട്. എക്സാക്ട് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണമെന്നാണ്. എക്സാം പാറ്റേൺ, എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. യൂസ്വലി കേരള PSC എക്സാംസിൽ ക്വസ്റ്റ്യൻ വരുന്നത് കറണ്ട് അഫയേഴ്സ്, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ സയൻസ്, ജോഗ്രഫി, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, കമ്പ്യൂട്ടർ ബേസിക്സ് ഇതൊക്കെയാണല്ലോ. പക്ഷേ ഈ ഒരു ജോലിക്ക് എക്സാം ഇല്ല എന്നും കാണിക്കുന്നുണ്ട്. എക്സാം ഉണ്ടോ ഇല്ല നമുക്ക് ഉറപ്പില്ല. ജസ്റ്റ് അതൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി മിനിമം 2 hours പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യാം. കേരള PSC 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക, ഇല്ലെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടെന്നുള്ളവർ ജസ്റ്റ് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ പ്രിൻറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഡെഡ് ലൈൻ കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യരുത്. എന്തുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ജോബ് സെർച്ച് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗവൺമെൻറ് ജോബ് നിങ്ങൾക്ക് കിട്ടും. റെഗുലർ സാലറി, കരിയർ സ്റ്റെബിലിറ്റി, സോഷ്യൽ റെസ്പെക്ട്, പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്, ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗുഡ് ഓപ്ഷനാണ്. ക്വാളിഫിക്കേഷൻ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യണം. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കേരള PSC, സെൻട്രൽ ഗവൺമെൻറ്, ബാങ്കിങ്, റെയിൽവേ, SSC, UPSC, പ്രൈവറ്റ് ജോബ്സ് എല്ലാം ഡെയിലി അപ്ഡേറ്റ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലിങ്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്. കമൻറ്റിൽ ജസ്റ്റ് ലിങ്ക് ഇത് മാത്രം ടൈപ്പ് ചെയ്താൽ മാത്രം മതി. നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.